ലോകത്തിലെ ഒരേയൊരു ഓജോ ബോർഡ് മ്യൂസിയമായ അമേരിക്കയിലെ സെയിലം വിച്ച് ബോർഡ് മ്യൂസിയത്തിന്റെ ഉടമയായ ജോൺ കോസിക് പറയുന്നത്, ആ മ്യൂസിയത്തിലെത്തുന്നവർ ഏതോ പ്രേതബാധ പിടിച്ച വീട്ടിലേക്ക് എന്ന പോലെയാണ് മ്യൂസിയത്തിലേക്ക് കയറുന്നത് എന്നാണ്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അമേരിക്കയിലെ കമ്പനി അവരുടെ പുതിയ കളിബോർഡ് അവതരിപ്പിച്ചു. യുദ്ധത്തിന് പോയി തിരിച്ചു വരാത്ത നിങ്ങളുടെ അച്ഛനോ സഹോദരനോ മകനോ ഭർത്താവിനോ എന്ത് സംഭവിച്ചു എന്നറിയാതെ ആശങ്കയിലാണോ നിങ്ങൾ? എങ്കിൽ ഇതാ അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനുള്ളതിന് ഉത്തരം ഈ ബോർഡ് തരും. ബോർഡിൽ എഴുതിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് പറഞ്ഞു തരും. മരണത്തിനുമപ്പുറമുള്ള ഒരു ലോകത്തു നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുമായി സംസാരിക്കൂ. വീജ ദി വണ്ടർഫുൾ ടോക്കിംഗ് ബോർഡ് എന്ന പരസ്യവാചകത്തോടെ എത്തിയ ആ ബോർഡിൻ്റെ സഹായത്തോടെ ഭൂതവും ഭാവിയും പറയാം എന്നു മാത്രമല്ല ആത്മാക്കളുമായി സംവാദിക്കാം എന്നും അവർ അവകാശപ്പെട്ടു. അതെ, നമ്മുടെ ഓജോ ബോർഡ് എന്ന് വിളിക്കുന്ന അത്ഭുത ബോർഡിൻ്റെ തുടക്കം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. പ്രാദേശികമായി വിയ ബോർഡ്, വിജി ബോർഡ്, ഓജോ ബോർഡ് എന്നിങ്ങനെ പല പേരുകളിലും ഈ ബോർഡ് വിളിക്കപ്പെടാറുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇതിൻ്റെ ഉച്ചാരണം വീജ എന്നും അമേരിക്കൻ ഇംഗ്ലീഷ് വിജി എന്നും നമ്മുടെ നാട്ടിൽ പൊതുവെ ഓജോ ബോർഡ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. 1861 മുതൽ 1865 വരെ നീണ്ട ആഭ്യന്തര യുദ്ധം ശാരീരികമായും മാനസികമായും അമേരിക്കൻ ജനതയെ തകർത്ത സമയം. വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും അവർ ഒരുപോലെ മുറുകെ പിടിച്ചു. ഇതിനെ മുതലെടുത്താണ് ഓജോ ബോർഡ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ചോദ്യങ്ങൾക്ക് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ ഉത്തരം തരുന്ന രസകരമായ കളി ബോർഡിൽ നിന്ന് ആത്മാക്കളെ വിളിച്ചു വരുത്താനും സംവാദിക്കാനുമുള്ള ഉപകരണമായി ഓജോ ബോർഡ് മാറുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. ഓജോ ബോർഡിൻ്റെ സഹായത്തോടെ മന്ത്രവാദികളും സാധാരണക്കാരും വരെ ആത്മാക്കളെ വിളിച്ചു വരുത്തിയതും അസാധാരണ സംഭവങ്ങളും അപകടങ്ങളും ഉണ്ടായതുമായ കഥകൾ വാർത്തകളിലടക്കം ഇടം പിടിച്ചു. കേരളത്തിൽ നിന്നുള്ള വാർത്തകളുമുണ്ട് ഈ കൂട്ടത്തിൽ. ഇതിനെയൊക്കെ പിൻപറ്റി ഓജോ ബോർഡ് പ്രമേയമായി വന്ന സിനിമകളും കുറവല്ല. അങ്ങനെയെങ്കിൽ ശരിക്കും ഓജോ ബോർഡ് വെച്ച് കളിച്ചാൽ ആത്മാവ് വരുമോ? ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? കഥകൾക്കപ്പുറം എന്താണ് ഓജോ ബോർഡ്? 18-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ ആധ്യാത്മിക വിഷയങ്ങളിലുള്ള വിശ്വാസം വളരെ കൂടുതലായിരുന്നു. ഇതിനെ മുതലെടുക്കാനെന്നവണ്ണം നിർമ്മിക്കപ്പെട്ട ഒരു കളിപ്പാട്ടമായിരുന്നു ഓജോ ബോർഡ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെയുള്ള ഉത്തരം തരുന്ന അത്ഭുത ബോർഡ്. അതായിരുന്നു ഓജോ ബോർഡിന് അതിൻ്റെ നിർമ്മാതാക്കൾ നൽകിയിരുന്ന പരസ്യവാചകം. 1886 ഓഹിയോയിലെ സ്പിരിച്വാലിസ്റ്റുകളുടെ ക്യാമ്പുകളിലാണ് ഓജോ ബോർഡിൻ്റെ ഉത്ഭവം എന്നാണ് സ്പിരിച്വാലിസ്റ്റ് ഹിസ്റ്റോറിയനായ ബ്രാൻഡൻ ഓങ് പറയുന്നത്. ഈ ക്യാമ്പുകളിൽ ആത്മാക്കളുമായി നേരിട്ട് സംവാദിക്കാൻ കഴിയുന്നത് എന്ന് സ്പിരിച്വാലിസ്റ്റുകൾ അവകാശപ്പെട്ടിരുന്നു. പല രൂപത്തിലും ആകൃതിയിലുമുള്ള ബോർഡുകൾ ഉണ്ടായിരുന്നു. ആധ്യാത്മികത അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്ന അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഇത്തരം ഒരു ഉപകരണം പരിചയപ്പെടുത്തുന്നതിൻ്റെ ബിസിനസ് സാധ്യത ആദ്യം മനസ്സിലാക്കിയത് ചാൾസ് കെന്നാർഡ് എന്ന വ്യക്തിയാണ്. ഇതിനായി നിലവിലുണ്ടായിരുന്ന പലതരം ബോർഡുകളിൽ നിന്നും ആളുകളെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ ബോർഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് കെന്നാർഡ് ആദ്യം ചെയ്തത്. ഇതിനായി ചതുരാകൃതിയിലുള്ള ഒരു ബോർഡ് നിർമ്മിച്ചു. അതിൽ അർദ്ധചന്ദ്രാകൃതിയിലുള്ള മാരിവില്ല് പോലെ വളച്ച് അക്ഷരങ്ങൾ രേഖപ്പെടുത്തി.
ബോർഡിൻ്റെ മുകളിൽ വലത്തെ അറ്റത്തായി ചന്ദ്രൻ്റെയും ഇടത്തെ അറ്റത്തായി സൂര്യൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തു. ചന്ദ്രൻ്റെ വശത്തായി നോ എന്നും സൂര്യൻ്റെ വശത്തായി യെസ് എന്നും രേഖപ്പെടുത്തി. അക്ഷരങ്ങൾക്ക് താഴെ ബോർഡിൻ്റെ മധ്യഭാഗത്തായി അക്കങ്ങളും അതിന് താഴെ ഗുഡ് ബൈ എന്നും രേഖപ്പെടുത്തി. ഇതിനൊപ്പം മരം കൊണ്ട് ഉണ്ടാക്കിയ പ്ലാൻചെറ്റ് എന്ന ഉപകരണവും ഉണ്ടാക്കി. വെള്ളത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഈ ഉപകരണത്തിൻ്റെ മധ്യഭാഗത്ത് ഗ്ലാസ് കൊണ്ട് മൂടപ്പെട്ട ഒരു ദ്വാരമുണ്ടായിരുന്നു. ഈ വൃത്തത്തിനുള്ളിൽ വരുന്ന അക്ഷരങ്ങളിലൂടെയാണ് ബോർഡ് നമ്മോട് സംവാദിക്കുക. നമ്മുടെ നാട്ടിൽ ഈ ഉപകരണത്തിന് പകരമായി ഗ്ലാസും നാണയവുമൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ബോർഡ് തയ്യാറാക്കിയ കെന്നാർഡ് പിന്നെ ചെയ്തത് തൻ്റെ സുഹൃത്തായ അമേരിക്കയിലെ ബാൾട്ടിമോറിലുള്ള അഭിഭാഷകൻ ഏലിയ ബോണ്ട് വഴി 1890 ഓജോ ബോർഡിന് പേറ്റന്റ് ലഭിക്കുന്നതിനായി അപേക്ഷ നൽകുകയാണ്. 1891 ബോണ്ടിന് ഓജോ ബോർഡിൻ്റെ പേറ്റന്റ് ലഭിച്ചു. ബോണ്ടിനൊപ്പം പേറ്റന്റിൽ തുല്യ അവകാശം ചേർത്തപ്പെട്ട് കിട്ടിയ ചാൾസ് കെന്നാർഡ് തന്നെയാണ് അമേരിക്കയിൽ ഓജോ ബോർഡ് നിർമ്മാണവും വിൽപ്പനയും തുടങ്ങിയത്. ഓജോ ബോർഡ് ദി വണ്ടർഫുൾ ടോക്കിംഗ് ബോർഡ്, ഭൂതവും ഭാവിയും വർത്തമാനവും പറയുന്ന അത്ഭുത ബോർഡ് എന്ന പരസ്യവാചകത്തോടെ കെന്നാർഡിൻ്റെ നോവൽറ്റി കമ്പനി 1891 ഫെബ്രുവരിയിൽ ഓജോ ബോർഡ് വിൽപ്പന ആരംഭിച്ചു. ചാൾസ് കെന്നാർഡ് താമസിച്ചിരുന്ന ചെസ്റ്റർ ടൗണിൽ തന്നെയായിരുന്നു ഓജോ ബോർഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നതും വിറ്റഴിക്കപ്പെട്ടിരുന്നതും. ചെസ്റ്റർ ടൗണിൽ നിന്നാണ് ലോകത്തിൻ്റെ മറ്റെല്ലാ കോണുകളിലേക്കും ഓജോ ബോർഡുകൾ എത്തിച്ചിരുന്നത്. മരിച്ചുപോയവരുമായി സംസാരിക്കാൻ അതുവരെ ഉണ്ടായിരുന്ന രീതികൾ മടുത്തവർക്ക് ഓജോ ബോർഡ് ഒരു പുതിയ അനുഭവമായിരുന്നു. മറ്റ് മീഡിയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്പിരിച്വാലിസ്റ്റിനൊപ്പം ആത്മാവിനോട് സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്കും പങ്കെടുക്കാം എന്നതായിരുന്നു ഓജോ ബോർഡിൻ്റെ ജനപ്രീതി കൂട്ടിയത്. ദൈവത്തിനും വിശ്വാസിക്കുമിടയിൽ ഒരു വൈദികൻ എങ്ങനെയാണോ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത്, അതുപോലെ ഇത്തരം ഉപകരണങ്ങളിലൂടെ ആത്മാവുമായി സംസാരിക്കാനും ഇടനിലക്കാർ ഉണ്ടായിരുന്നു. അവരാണ് സ്പിരിച്വാലിസ്റ്റുകൾ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിലെ ഇടനിലക്കാർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവർ. നമ്മൾ നാട്ടിൽ മന്ത്രവാദികൾ എന്നൊക്കെ പറയും. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും മറ്റും ഇവർക്ക് വലിയ ആദരവാണ് ലഭിച്ചിരുന്നത്. ഓജോ ബോർഡിനെ സ്പിരിച്വാലിസ്റ്റുകൾ നന്നായി ഉപയോഗിച്ചു. ഓജോ ബോർഡിലൂടെ ആത്മാക്കളുമായി സംവാദിക്കാൻ കഴിയും എന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിക്കുന്നതിൽ സ്പിരിച്വാലിസ്റ്റുകൾക്കുള്ള പങ്ക് വളരെ വലുതായിരുന്നു. ആത്മാക്കളുമായി സംവാദിക്കാൻ പ്രാചീന ഈജിപ്തിലും ചൈനയിലും ഇന്ത്യയിലുമടക്കം നിലനിന്നിരുന്ന രീതികളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയും വിപുലപ്പെടുത്തിയുമാണ് യൂറോപ്പിലും മറ്റും സ്പിരിച്വാലിസ്റ്റുകൾ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ടേബിൾ ടിപ്പിംഗ്, പെൻഡുലം, ടെറോ കാർഡ്സ് ഇതൊക്കെ അവയിൽ ചിലത് മാത്രമാണ്. പണ്ടുമുതൽ തന്നെ ആധ്യാത്മിക വിഷയങ്ങളിലും അന്ധവിശ്വാസത്തിലും ഒരുപോലെ വിശ്വസിച്ചിരുന്നവരാണ് യൂറോപ്യന്മാർ. എന്നാൽ ഇത് അമേരിക്കയിൽ വിപുലമാകുന്നത് 1848 ഫോർട്സോ സിസ്റ്റേഴ്സ് വാർത്തകളിൽ നിറഞ്ഞതോടെയാണ്. വീടിൻ്റെ തട്ടുംപുറത്തെ മേശയിലൂടെ അസാധാരണമായ ശബ്ദങ്ങളുണ്ടാക്കി ആത്മാക്കൾ തങ്ങളുമായി സംവാദിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ഇവരുടെ വാദം. ന്യൂയോർക്കിലെ ഇവരുടെ വീട്ടിലേക്ക് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു പിന്നെ. എന്നാൽ തങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഫോർട്സോ സിസ്റ്റേഴ്സ് തന്നെ പിൽക്കാലത്ത് വാർത്താമാധ്യമങ്ങളോട് തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. ഈ ഫോർട്സോ സിസ്റ്റേഴ്സിനെ പിൻപറ്റിയാണ് 19-ാം നൂറ്റാണ്ടിൽ പകുതിയോടെ അമേരിക്കയിൽ സ്പിരിച്വാലിസ്റ്റുകൾ പ്രധാനികളാകുന്നത്. യുദ്ധം വിതച്ച നാശങ്ങളും യുദ്ധത്തിന് പോയവർ തിരിച്ചു വരാതെയും അമേരിക്കൻ ജനതയെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു. യുദ്ധക്കെടുതിയിൽപ്പെട്ടും അസുഖങ്ങൾ ബാധിച്ചും ജനങ്ങൾ പെട്ടെന്ന് മരിക്കാൻ തുടങ്ങി. അക്കാലഘട്ടത്തിൽ ഒരു അമേരിക്കൻ്റെ ശരാശരി പ്രായം 50ലേക്ക് കൂപ്പുകുത്തി. ഭയന്നുപോയ ജനങ്ങൾ ആധ്യാത്മികതയിലും ആഭിചാരത്തിലും ഒരുപോലെ വിശ്വസിച്ചു. ഇതിനുതകുന്ന
ഞായറാഴ്ച അന്ധവിശ്വാസത്തിൻ്റെ ആഭിചാര കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും ഒന്നിരുട്ടി വെളുക്കുമ്പോൾ ഞായറാഴ്ച പള്ളിയിലെത്തി നല്ല വിശ്വാസിയാവുകയും ചെയ്തു അവർ. അമേരിക്കൻ ജനതയുടെ ഈ ദ്വന്ദ്വ മനസ്സിനെ ബിസിനസ്സായി ഉപയോഗിക്കുകയാണ് ചാൾസ് കെന്നാർഡ് ഓജോ ബോർഡിലൂടെ ചെയ്തത്. ചാൾസ് കെന്നാർഡ് മനുഷ്യ മനസ്സിൻ്റെ ഈ ചാഞ്ചാട്ടത്തെ കൃത്യമായി ഉപയോഗിച്ചു. ഓജോ ബോർഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആധാരം ഇത് തന്നെയാണ് എന്നാണ് ശാസ്ത്രകാരന്മാരും പറയുന്നത്. ശാസ്ത്രീയതയ്ക്ക് വിപരീതം എന്ന് അർത്ഥം വരുന്ന ശാസ്ത്രാഭാസം എന്നാണ് ശാസ്ത്ര സമൂഹം ഓജോ ബോർഡിനെ വിശേഷിപ്പിക്കുന്നത്. തീർത്തും മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൻ്റെ ചോദനകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗെയിം മാത്രമാണ് ഓജോ ബോർഡ് എന്നാണ് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്ന മാനസിക നിലയുമായി ബന്ധപ്പെടുത്തിയാണ് ഓജോ ബോർഡിൻ്റെ പ്രവർത്തനത്തെ മനഃശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇഡിയോമോട്ടോർ റെസ്പോൺസ് വഴി ഓജോ ബോർഡിൽ നമ്മളറിയാതെ വിരലുകൾ ചലിക്കുന്നതിനെയാണ് നമ്മൾ അമാനുഷികമെന്നും ആത്മാവിൻ്റെ പ്രവൃത്തിയെന്നുമൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. ശാസ്ത്രത്തെ വിശ്വസിക്കാതെ ഈ തെറ്റിദ്ധാരണയിൽ തന്നെ തുടരുകയാണ് ഓജോ ബോർഡിനെ ഇപ്പോഴും പ്രേത ബോർഡ് എന്ന് വിശ്വസിക്കുന്നത്.